കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വമ്പൻ പരാജയം ഏറ്റുവാങ്ങാൻ ഇടയാക്കിയത് എന്താണ്? കെ മുരളീധരൻ പറയുന്നത് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞത് മൂലമാണ് തോറ്റത് എന്നാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു നിയോജകമണ്ഡലത്തിൽ 25 പേര് BJPയുടെ കൂടെ. അത് കണ്ടപ്പോൾ തന്നെ ഈ ന്യൂനപക്ഷക്കാരൊക്കെ പേടിച്ചു. ഉടനെ 25 പേരിൽ ഇടതുപക്ഷക്കാരും. നമ്മൾ UDFകാർ വന്ന് 5 പേര്. അതിൽ 3 പ്രായം ചെന്നവരും 2 വോട്ടവകാശമില്ലാത്ത കുട്ടികൾ. അവിടെയാണ് മാർക്സിസ്റ്റുകാരും പറഞ്ഞത് വർഗീയ ശക്തികളെ നേരിടാൻ ഞങ്ങൾക്കേ കഴിയൂ. അതല്ലാതെ വോട്ടർമാർ ന്യൂനപക്ഷങ്ങൾ ആർക്കാണ് കുസ്തി പിടിക്കാൻ മിടുക്ക്, ഉമ്മൻചാണ്ടിക്കാണോ പിണറായിക്കാണോ മിടുക്ക് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യും. സ്വന്തം വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകളുടെ നമ്പർ മാത്രമല്ല, അവരുടെ ശരീരപ്രകൃതിയും ഒരു പ്രധാന ഘടകം. ഈ 3 പ്രായം ചെന്നവരെന്ന് പറഞ്ഞാൽ ഇനി എന്തു വന്നാലും ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നുള്ള 100% പാർട്ടിയോട് മാത്രം ലോയൽറ്റി ഉള്ളവരാണ്. പക്ഷെ അവരെ വീട്ടുകാരിലെ ചെറുപ്പക്കാരൊക്കെ BJPക്കാരായി അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരായി. പിന്നെ 2 കുട്ടികളെന്താ വെച്ചാൽ ഒരു കാരണന്മാർ കൂടെ പോകും, ഒരു തമാശയ്ക്ക് കൂടെ പോയി. ഇനിയുള്ള കാലം തണ്ടും തടിയുമുള്ള നല്ല കൊട്ടേഷൻ ടീമിനെ കൂടെ കൂട്ടി വോട്ട് ചോദിക്കാൻ പോകാൻ മുരളി പാർട്ടിയോട് പറയണം. അതത് കേന്ദ്രങ്ങളിൽ കൊട്ടേഷൻ പ്രത്യേകം കൊടുക്കുകയോ ഇന്ദിരാഭവനിൽ നിന്ന് ഏകോപിപ്പിച്ച് ആളുകളെ വിടുകയോ എന്നത് ആലോചിച്ച് സൗകര്യം പോലെ ചെയ്യാം. സഹായത്തിനായി പഴയകാല പാർട്ടി പ്രവർത്തകരുടെ ഇക്കാര്യത്തിലുള്ള അനുഭവങ്ങളും ആരായാം. അക്കാര്യത്തിൽ മാത്രം ഒരു കുറവും വരരുത്. അവസാനമായി പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ ശകാരത്തെക്കുറിച്ച് ശൈലജ ടീച്ചറുടെ വെളിപ്പെടുത്തൽ. ഇമാതിരി കഥകൾ ഉണ്ടാക്കിയാൽ പ്രതിപക്ഷത്തെ ധാരാവിയിലേക്ക് കെട്ടുകെട്ടിക്കുമെന്ന് ടീച്ചർ. ആരോഗ്യവകുപ്പ് മന്ത്രിയെയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെയും അധിക്ഷേപിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇവിടെ പടക്കക്കടയും കത്തി ചങ്കരിഞ്ഞിരിക്കുക പിള്ളേര്. അവന്റെ ഒരു കഥാപ്രസംഗം. മദ്രാസി നിന്റെ മാത്രമല്ല എല്ലാത്തിലും ജീവൻ ഞാൻ എടുക്കും. ഞാൻ മേടിച്ചിട്ടേ പോകൂ. ഞാനിനി എത്ര മറുപടി പറഞ്ഞാലും അത് കേട്ട ജനം എന്തോ ആരോഗ്യവകുപ്പ് മന്ത്രി സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കുമോ? സ്വാശ്രയ സമരം പൊളിഞ്ഞ ദുഃഖം അടക്കാനാകാതെ പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പിണറായി വിജയനെതിരെ വെല്ലുവിളി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ പള്ളു പറയുന്നു. മന്ത്രിസഭയ്ക്ക് പുതിയ നിർവചനവുമായി കെ മുരളീധരൻ. കേരളത്തെ ഭരിക്കുന്നത് പാവം ക്രൂരനും കുറെ അടിമകളും. മുമ്പൊരു സിനിമ ഇറങ്ങിയിരുന്നു, പാവം ക്രൂരൻ എന്ന്. നമുക്കൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്താലോ? അതിന്റെ ഒന്നും കാര്യമില്ല, സെക്രട്ടറിക്ക് അറിയാമല്ലോ. എന്നാ പിന്നെ അങ്ങ് മറന്നു കളയാം അല്ലേ? ഇത് അങ്ങനെ അങ്ങ് ഇഗ്നോർ ചെയ്താൽ പറ്റില്ല. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു യജമാനും 18 വൃത്തിയന്മാരും. പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ അച്ചടിച്ച് വരികയെന്ന് വെച്ചാൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പാർട്ടിക്ക് അതൊരു മാനക്കേടാ. തെരുവ് പട്ടികളെ നേരിടാൻ തോക്കുകളുമായി തോക്ക് കച്ചവടക്കാർ. വെടിവെച്ച് പരിക്കേൽപ്പിച്ച് വിട്ടാൽ നാട്ടുകാരെ കടിച്ചോളുമെന്ന് വാഗ്ദാനം. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഈ പ്രശ്നം പരിഹരിക്കാന് തോക്ക് ഉപയോഗിക്കുക എന്നത് മാത്രമേ ഞങ്ങളൊരു പരിഹാരമായിട്ട് കാണുന്നുള്ളൂ. ഇപ്പോൾ ഇത് വിശ്വസിക്കൂ. തോക്കെടുക്കൂ, നേരെ പിടിക്കേ. ഇങ്ങനെ ഇപ്പോഴത് കാണുന്നു. മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വെടിവെക്കാൻ ഇതന്നെ പോലീസ് വെടിവെപ്പ് പറ്റാണോ? പേടിപ്പിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. അത്യാവശ്യം മുറിവേൽപ്പിക്കാൻ പറ്റുകയും ചെയ്യും. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ബന്ധുവാണ് എന്നും പറഞ്ഞ് ഏതെങ്കിലും മന്ത്രിമാർ പിടിച്ച് വല്ല പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും MD ആക്കും മുമ്പ് ഇന്നത്തേക്ക് രക്ഷപ്പെടാം. നാളെ ആരും പിടിച്ച് MD ആക്കിയില്ലെങ്കിൽ വീണ്ടും കാണുകയും ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.